പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ സിംഗപ്പൂർ ഒന്നാമത്. 195 ഇടങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം നൽകിയതാണ് ഒന്നാം സ്ഥാനം നേടിയെടുത്തത്. ഇന്ത്യക്ക് 75-ാം സ്ഥാനം. 193 രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം വാഗ്ദാനം ചെയ്ത ജപ്പാൻ 2ാം സ്ഥാനം നേടി. യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളായ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സ്പെയിൻ എന്നിവയെല്ലാം സൂചികയിൽ 3ാം സ്ഥാനം പങ്കിട്ടു. 2025-ൽ 192 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം അനുവദിക്കുന്ന 6 പാസ്പോർട്ടുകൾക്കൊപ്പം ഫിൻലാൻഡും ദക്ഷിണ കൊറിയയും ചേരുന്നു. 191 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം നൽകുന്ന ഓസ്ട്രിയ, ഡെൻമാർക്ക്, അയർലൻഡ്, ലക്സംബർഗ്, നെതർലാൻഡ്സ്, നോർവേ, സ്വീഡൻ എന്നീ 7 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ 4ാം സ്ഥാനം പങ്കിട്ടു. US പാസ്പോർട്ടിന് ആദ്യ 5 സ്ഥാനങ്ങളിൽ ഇടം പിടിക്കാനായില്ല എന്നത് ശ്രദ്ധേയമാണ്. സൂചികയിൽ US പാസ്പോർട്ട് 9ാം സ്ഥാനത്താണ് എത്തിയത്. നിലവിൽ US പാസ്പോർട്ട് ഉടമകൾക്ക് 186 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം അനുവദിക്കുന്നു. ഈ വർഷത്തെ റാങ്കിങ്ങിൽ ഇന്ത്യ 5 സ്ഥാനങ്ങൾ താഴ്ന്ന് 80-ൽ നിന്ന് 85-ലെത്തി. ഇന്ത്യൻ പാസ്പോർട്ട് ഇപ്പോൾ 57 രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം നൽകുന്നു. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, യമൻ, പാകിസ്ഥാൻ എന്നിവർ അവസാന റാങ്കുകാരാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആശ്രിത വിസകൾ ഓൺലൈനിലൂടെ പുതുക്കാമെന്ന് സൗദി അറേബ്യ. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ആശ്വാസം. സൗദിയിലെ പ്രവാസികളുടെയും ഗാർഹിക വിസയിലുള്ള തൊഴിലാളികളുടെയും ആശ്രിത വിസയിൽ കഴിയുന്ന ബന്ധുക്കളുടെ റെസിഡൻസി രേഖ ഓൺലൈനായി പുതുക്കാം. രാജ്യത്തിന് പുറത്തുനിന്ന് തന്നെ ഈ സംവിധാനം പ്രയോജനപ്പെടുത്താം. സൗദി പാസ്പോർട്ട് ജനറൽ ഡയറക്ടറേറ്റ് അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായ അബ്ഷർ, മുഖീം എന്നിവയിലൂടെ വിസ കാലാവധി നീട്ടുകയും പുതുക്കുകയും ചെയ്യാം. സൗദിക്ക് പുറത്തേക്ക് പോകുന്ന പ്രവാസികളുടെ സിംഗിൾ, മൾട്ടിപ്പിൾ റീ എൻട്രി വിസകളും ഓൺലൈനായി പുതുക്കാവുന്നതാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വളരെ ഉപകാരപ്രദമായ തീരുമാനമാണിത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. UAEയിൽ കുടുംബ ഭദ്രത ഉറപ്പാക്കാൻ പുതിയ നിയമം. കുടുംബ സ്ഥിരതയും സാമൂഹിക ഐക്യവും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളെ പുതിയ നിയമം സ്വാധീനിക്കും. കുടുംബാംഗങ്ങളുടെ അവകാശങ്ങളും സംരക്ഷണവും നിയമത്തിന്റെ ലക്ഷ്യമാണ്. മാതാപിതാക്കളോട് മോശം പെരുമാറ്റം, ദുരുപയോഗം, അവഗണന, ഉപേക്ഷിക്കൽ എന്നിവ ചെയ്യുന്നവർക്ക് ശിക്ഷ ചുമത്തും. മാതാപിതാക്കൾക്ക് ആവശ്യമുള്ളപ്പോൾ സാമ്പത്തിക സഹായം നൽകൽ വിസമ്മതിച്ചാലും ശിക്ഷ ലഭിക്കും. അനന്തരാവകാശം, വിൽപത്രം, ജീവനാംശം, സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കും. വിവാഹത്തിനുള്ള നിയമപരമായ പ്രായം 18 വയസ്സിൽ നിജപ്പെടുത്തും. പങ്കാളി മയക്കുമരുന്ന്, മദ്യം എന്നിവയ്ക്ക് അടിമയാണെങ്കിൽ വിവാഹമോചനം തേടാൻ അനുവദിക്കും. വിവാഹമോചിതരുടെ കുട്ടിക്ക് 15 വയസ്സ് തികയുമ്പോൾ മാതാപിതാക്കൾ ആരോടൊപ്പം ജീവിക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. ഇത്തരത്തിൽ കുടുംബ ഭദ്രത ഉറപ്പാക്കുന്ന നിയമമാണ് കൊണ്ടുവരുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കുവൈറ്റിൽ വിദേശികളുമായി ബന്ധപ്പെട്ട സർക്കാർ സേവനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിക്കുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഇത് തിരിച്ചടിയാകും. കുവൈറ്റിൽ എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സർക്കാർ പദ്ധതികളുടെ ഭാഗമായാണ് പുതിയ നീക്കം. വിദേശികളുടെ റെസിഡൻസി ഫീസ്, സർവീസ് ചാർജ് എന്നിവ വർദ്ധിപ്പിക്കും. ഇത് സംബന്ധിച്ച് പരിശോധിച്ചു വരികയാണെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ഈ മാസം മുതൽ വരുമാനത്തിന്റെ 15% നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുവൈറ്റ് പൗരന്മാർക്കോ പ്രാദേശിക ബിസിനസ്സുകൾക്കോ ഇത് ബാധകമല്ല. സർക്കാരിന്റെ സാമ്പത്തിക ലാഭമുണ്ടാക്കുന്ന പദ്ധതികളാണ് പുതിയതായി ആവിഷ്കരിക്കുന്നത്. സ്വദേശികൾക്ക് ബാധ്യതയാകാത്ത പരിഷ്കാരങ്ങളാണ് നടപ്പാക്കുന്നത്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുക, നിക്ഷേപം ആകർഷിക്കുക എന്നിവയാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഷാർജയിൽ വാഹന രജിസ്ട്രേഷൻ പുതുക്കാൻ ഇനി എളുപ്പമാർഗം. വാഹന പരിശോധന പൂർത്തിയാക്കാൻ റാഫിദ് ആപ്പിൽ പുതിയ സേവനം ആരംഭിച്ചു. ഷാർജ പോലീസ് റാഹിദ് വെഹിക്കിൾ സൊല്യൂഷൻസുമായി സഹകരിച്ചാണ് റീഫിദ് ആപ്പിൽ പുതിയ സേവനം ആരംഭിച്ചിരിക്കുന്നത്. ഷാർജ ലൈസൻസുള്ള സ്വകാര്യ വാഹനങ്ങൾക്കാണ് ഈ സംവിധാനം പ്രയോജനപ്പെടുന്നത്. 8 വർഷത്തിൽ കൂടുതൽ പഴക്കമില്ലാത്തതും അവസാന സാങ്കേതിക പരിശോധനയ്ക്ക് ശേഷം 18 മാസത്തിൽ കൂടുതലാകാത്തതുമായ വാഹനങ്ങൾക്കാണ് ഈ സൗകര്യം ലഭിക്കുക. ഉപഭോക്താക്കൾക്ക് റിമോട്ട് ഇൻസ്പെക്ഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡിംഗ് ചെയ്യാം. കാറിന്റെ എല്ലാ വശങ്ങളുടെയും ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. പരിശോധനാ കേന്ദ്രങ്ങൾ സന്ദർശിക്കാതെ തന്നെ വാഹനങ്ങളുടെ സാങ്കേതിക പരിശോധന പൂർത്തിയാക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.